ഞാനിങ്ങനാ വയനാട്ടിലെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സമയം ഏകദേശം ഒരു 2 മണി 2:30 ആയിട്ടുണ്ടാവും. ഏകദേശം ഒരു 2:45 എല്ലാവരും ഏകദേശം ഇവിടുന്ന് ലഞ്ചെല്ലാം കഴിക്കുന്ന ഒരു സമയമാണിത്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ലഞ്ച് വേണ്ട. അതിന് പകരം വേറെ ഇവിടെ കിട്ടുന്ന കുറച്ചു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇത് ഇവരുടെ മെനുവിൽ പോലും കയറാത്ത ഒരു ഐറ്റമാണ്. ഷെഫ് എനിക്ക് സ്പെഷ്യലായിട്ട് അടിച്ചു തന്നെയാണ് നമ്മളെ ഷിബിൻ ഷെഫ്. അപ്പോൾ അതാണ് കഴിച്ചു നോക്കുന്നത്. ആ കാണുന്ന ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ള സാധനം മീനാണ് കേട്ടോ. മാന്തിയില്ലേ, മാന്തൽ എന്ന് പറയുന്ന മീൻ. അതാണ് ഇങ്ങനെ റോളാക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ മീനിൻ്റെ 2 സൈഡിലുമായിട്ട് ഇവർ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന 2 നാടൻ സ്പെഷ്യൽ സോസ് ഒഴിക്കും. ആ സോസിലെല്ലാം മുക്കിയിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാൻ. ആ ചുറ്റി വെച്ച പായ പോലത്തെ മീൻ ഇങ്ങെടുത്ത് നീർത്ത ശേഷം ആ മീനിന്ന് തീരെ ചെറുതല്ലാത്ത കുറച്ച് വലിയൊരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് ആ സോസിലെല്ലാം മുക്കിയിട്ട് കഴിച്ചു നോക്കിയേ. പണി അറിയാവുന്നവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മീനിൽ ഇങ്ങനെ പല പരീക്ഷണങ്ങളും നടത്താൻ പറ്റുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഐറ്റം. ഇനി ഞാൻ ഇവിടുന്ന് കഴിച്ച രണ്ടാമത്തെ ഐറ്റം അതാണ് ഈ കാണുന്നത്. ഈ അടുത്തിടെ കഴിച്ചതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്ലേറ്റിങ്ങുള്ള ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഐറ്റത്തിൻ്റെ പേര് ചിക്കൻ പൊറോട്ട റോൾ എന്നാണ്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് നാടൻ പൊറോട്ട റോളാണിത്. നല്ല ക്രിസ്പി പൊറോട്ട, അതിൻ്റെ ഉള്ളിൽ ചിക്കനെല്ലാം ആയിട്ട് എന്തെന്നാടാ ടേസ്റ്റ് എന്നറിയാം. ഇതൊന്നും മയോണൈസ് അല്ലേ, തേങ്ങാപ്പാലിനെ കൊണ്ടുള്ളൊരു ഡിപ്പാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മളെ കണ്ണൂരൊന്നുമില്ലല്ലോ ഇപ്പം ഇങ്ങനത്തെ സാധനം ആലോചിക്കുമ്പോൾ സങ്കടം. ഇനിയിപ്പം ചിലപ്പം കുറച്ച് ആൾ വന്നിട്ട് പറയാം ഇതെല്ലാം പൈസ വാങ്ങിച്ചിട്ട് മോശം ഫുഡ് നല്ലതാണെന്ന് പറയുന്ന വീഡിയോ അല്ലേ എന്നല്ലോ. അങ്ങനെ പറയുന്നവരോട് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ മോശം ഫുഡ് നല്ലതാവുക ആവോ? പിന്നെ പൈസ വാങ്ങിച്ചിട്ട് നല്ലതാണെന്ന് പറയണല്ലോ. അങ്ങനെ പറയുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ 2 പ്രാവശ്യം കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതൊക്കെയാണ് കാര്യങ്ങൾ. അതെല്ലാം പോട്ടെ. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്ത 3ാമത്തെ ഐറ്റമാണ്. ഇതാണ് ഇവിടുത്തെ മട്ടൺ പെപ്പർ ഫ്രൈ. അത്യാവശ്യം നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ മട്ടൺ. പിന്നെ കുരുമുളകിൻ്റെ ഒരു അതിപ്രസരവും ഇല്ല. പിന്നെ ഇവിടെ നാടൻ കുരുമുളക് പൊടിയാണെന്ന് തോന്നും കേട്ടോ യൂസ് ചെയ്യുന്നത്. മറ്റേ പാക്കറ്റ് കുരുമുളക് പൊടിയല്ല. 4ാമത്തെ ഐറ്റം ഈ ചട്ടീൻ്റെ മേലെ അലൂമിനിയം ഫോയിലിൻ്റെ ഉള്ളിൽ തീയലിട്ടിട്ട് കൊണ്ടുവന്ന ഈ ഐറ്റമാണ് കൊഞ്ച്. വെറും കൊഞ്ചല്ല, വയനാടൻ പാൽ കൊഞ്ച്. അതിൻ്റെ കൂടെ പിടിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പൊറോട്ടയാണ്. പക്ഷേ മറ്റേ ഫ്ലേക്കി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിച്ച് സെറ്റാക്കിയിട്ടുള്ള പൊറോട്ടയൊന്നുമല്ല കേട്ടോ ഇവിടുത്തെ. ഇവിടുത്തെ പൊറോട്ടയിൽ മുട്ട ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേക്കി ടെക്സ്ചർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ മറ്റേ ഡാൽഡയില്ലേ, ഡാൽഡ അഥവാ വനസ്പതി, അതും ചേർക്കുന്നില്ല. ഈ കറി ഭയങ്കര ചൂടുള്ളതുകൊണ്ട് ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ലോണം പൊള്ളുന്നുണ്ട് കേട്ടോ. അതാണിപ്പോൾ ഒരു ഇടങ്ങാറ്. പിന്നെ കൈയെല്ലാം പൊള്ളിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വെറുതെ പറയുന്നതല്ലേ. നെക്സ്റ്റ് ഐറ്റം കഴിച്ചതാണ്, അതായത് 5ാമത്തെ ഐറ്റം കഴിച്ചതാണ് ഇവിടുത്തെ ഈ പുട്ട്. പാതാളത്തിലെ പുട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ കൂടെ മീൻകറി ഉണ്ടാവും, പിന്നെ പപ്പടം ഉണ്ടാവും, ഒരു പപ്പടം ഉണ്ടാവും, 3 ടൈപ്പ് പുട്ടും ഉണ്ടാവും. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, ചോളം പുട്ട്. ഇതാണ് ആ 3 ടൈപ്പ് പുട്ട്. ആ 3 പുട്ടിൽ ഒരു പുട്ടിന് ലേശം ചൂട് കുറവേനു. അത് ഗോതമ്പ് പുട്ടിനും. മറ്റേ അരിപ്പുട്ടിനും ചോളം പുട്ടിനും എല്ലാം നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് വരും. ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ആ ചൂടില്ലായ്മ മാത്രമാണ് ഒന്നിന്. പിന്നെ ഒരു വിത്തൗട്ട് കട്ടൻ കുടിച്ചതിന് ശേഷം ഇവിടുത്തെ ഒരു ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തു. ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ വിങ്സ്, അതാണ് ഈ ചിക്കൻ വിങ്സിൻ്റെ പേര്. ഒരു പ്ലേറ്റിൽ ഇത് വരുന്നത് 6 പീസായിട്ടാണ്. ഒരുപാട് സ്ഥലത്തുനിന്ന് ചിക്കൻ വിങ്സ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു നാടൻ ടേസ്റ്റുള്ള എന്നാൽ കാണാനൊരു ചൈനീസ് ലുക്കുള്ള ചിക്കൻ വിങ്സ് കഴിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ടേസ്റ്റ് ഉണ്ട്. എന്തിൻ്റെ ടേസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബാർബിക്യൂ ചിക്കൻ വിങ്സിൻ്റെ ഒന്നും ഒരു ടേസ്റ്റേ അല്ല. വേറെ തന്നെ ഒരു കഴിക്കാൻ രസമുള്ള ടേസ്റ്റ് ആട്ടോ. ചിലർ മറ്റേ പുളിയിഞ്ചി ചിക്കൻ വിങ്സ് എന്നെല്ലാം പറഞ്ഞിട്ടൊരു സാധനം ഇറക്കിയിട്ടില്ലേനോ, അതിനേക്കാളും എത്രയോ നല്ലതായത് ഇവിടുത്തെ ആ ചിക്കൻ വിങ്സ്. 8ാമത്തായിട്ട് ഇവിടുന്ന് കഴിച്ചതാണ് ഈ കാണുന്ന കറിവേപ്പില ചിക്കൻ. ഷ്രെഡഡ് ചിക്കൻ ആണ് കേട്ടോ ഇത് സംഗതി. അതിനൊരു ക്രിസ്പി ബാറ്ററിലെല്ലാം മുക്കി പൊരിച്ചിട്ട് അതിനൊരു കറിവേപ്പിലേൻ്റെ ഫ്ലേവറും. വെളിച്ചെണ്ണയിലാണേ പൊരിച്ചെടുക്കുന്നത്. സംഗതി കുഴപ്പമുണ്ടായില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു സിമ്പിൾ സാലഡ് കഴിച്ചതിന് ശേഷം ഇവിടുത്തെ ഒരു ഐക്കോണിക് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ഈ സാധനം ഓർഡർ ചെയ്ത്. ഇതിൻ്റെ പേര് തന്നെ ഭയങ്കര വെറൈറ്റിയാണ്. പാതാളത്തിലെ പുട്ട് എന്നാണ്. ഇതിൻ്റെ കൂടെ ഒരു പുട്ടുണ്ടാവും, പപ്പടം ഉണ്ടാവും, ഒരു സ്പെഷ്യൽ മസാലയിലെല്ലാം പൊരിച്ചെടുത്തിട്ടുള്ള മീനുണ്ടാവും, കുറച്ച് നെയ്ച്ചോറുണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും, ഫിഷ് കറി ഉണ്ടാവും, പിന്നെ പാൽക്കപ്പയും ഉണ്ടാവും. ഈ മീൻ ഞാനിങ്ങനെ പതുക്കെ പൊളിച്ചെടുക്കുക, നിങ്ങളൊന്ന് നോക്കിക്കേ. ചിലപ്പോൾ അന്നേരം തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ വായിൽ കിട്ടും. ഇതാ നോക്കിയാൽ കണ്ടാ നിങ്ങൾ ഈ മീനിൻ്റെ ആ ഒരു 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 ഫീല്, ആ മസാലയെല്ലാം കണ്ട് നിങ്ങൾ ഈ മീൻ എത്രത്തോളം ഫ്രഷ് ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. പിന്നെ ആ നെയ്ച്ചോറിന് ഈ വാഴയിലയിലേക്ക് മെല്ലെ അങ്ങോട്ട് കമഴ്ത്തി അതിൻ്റെ സൈഡിൽ തന്നെ ആ 3 ലെയറിൽ വരുന്ന പുട്ടുപാട വെച്ച്, എന്നിട്ട് പതുക്കെ ആ നെയ്ച്ചോറിനെ ഒന്ന് കുഴച്ചിട്ട് ആ മീനില്ലേ അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട്
അത് ആ നെയ്ച്ചോറിൻ്റെ കൂടെ ചേർത്ത് കുഴച്ചിട്ട് വാരിയെടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് ഞാൻ കഴിച്ചു നോക്കിയേ. അതങ്ങനെ കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഒരു പാട്ടാണ് ഓടിയെത്തിയത്. അതിതാ ഇതാ. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ, ഒരു കഥയാ അവളകലും. അതൊക്കെ പോട്ടെ, വാ നമുക്ക് ബാക്കി കഴിക്കാം. അങ്ങനെ ഞാൻ എന്നിട്ട് ആ പുട്ടും പിന്നെ ആ മീൻ മുളകിട്ടേൻ്റെ അകത്തുള്ള മീനില്ലേ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ചു കേട്ടോ. അടിപൊളിയാണ്, നല്ല പുട്ടേന് നല്ല മീൻ കറിയല്ലേ. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടല്ലോ ആ മീൻ മുളകിട്ട്, അത് ലേശ പാൽക്കപ്പേൻ്റെ മേലെ ആടി ഒഴിച്ചിട്ട് ആ പൊരിച്ച മീനില്ലേ അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷ്ണം, അധികം ചെറുതൊന്നുമല്ല, ലേശം വലിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അതും ആ പാൽക്കപ്പേൻ്റെ കൂടെ അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്ത് ആ മുളകിട്ടയോ പാൽക്കപ്പയും എല്ലാം കൂടെ എന്നിട്ട് കഴിച്ച് അടിപൊളി. പിന്നെ ഒരു ചൂട് ചായ കുടിച്ച് വിത്തൗട്ട്. അതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഡെസേർട്ട്സ് ഓർഡർ ചെയ്ത് ടോഫി പുഡിംഗ്, കസ്റ്റർഡ് ക്രഞ്ച് പുഡിംഗ്, പിന്നെ ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്കും. ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഇളകി കളിക്കുന്ന ഈ സാധനമാണ് ടോഫി പുഡിംഗ്. സ്പൂൺ കൊണ്ട് ഞാനിതാ ഇതിങ്ങനെ പതുക്കെ കോരി ഇങ്ങോട്ട് എടുത്തേ. ഞാനിപ്പം വേറെ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് കൺസിസ്റ്റൻസി, ദാറ്റ് ടെക്സ്ചർ. ഒന്ന് നോക്കി നിങ്ങൾ ഇതാ, ഇതിങ്ങനെ പതുക്കെ ഇങ്ങോട്ട് കോരി എടുത്ത ശേഷം ഒന്ന് വായി തുറന്നേ, ഇനി കണ്ണടച്ചേ, എന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? ഇതിവിടുത്തെ കസ്റ്റർഡ് ക്രഞ്ച് പുഡിംഗ്. ഇതൊരു സ്പൂൺ മാത്രമേ ഞാൻ കഴിച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ വേറൊരു ഐറ്റം എത്തി. അത് കഴിച്ചതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പുഡിംഗ് അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഓർഡർ ചെയ്ത മെയിനായിട്ടുള്ള ഐറ്റം, ഇവിടുത്തെ പാൽ പൊറോട്ട. കറി ചെറുങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ തിളക്കുന്നുണ്ട് നിങ്ങൾ. ഇത് അടുപ്പത്തുനിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുണ്ടേ സാധനം, തൊടാൻ പറ്റുന്നില്ല. ചൂട് ചിക്കൻ കറിയിൽ കുതിർന്നിട്ടില്ല ആ പൊറോട്ടേൻ്റെയും തേങ്ങാപ്പാലിൻ്റെ എല്ലാം മണം ഇപ്പം എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ആ ചിക്കൻ്റെ ഒരു സോഫ്റ്റ്നെസ് കണ്ട് നിങ്ങൾ നല്ലോണം വെന്ത കോഴിയാട്ടാ, നല്ല വെന്തടിഞ്ഞ പോലത്തെ ഒരു കോഴി എന്ന് പറയാം. ഈ പൊറോട്ടയും മറ്റേ മുട്ട ചേർക്കാത്ത പൊറോട്ടയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ഫ്ലേക്കി ടെക്സ്ചറൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ മറ്റേ ഡെസേർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്ക്. ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു പുളിപ്പടിക്കണ്ടേ, ആ ഒരു സോർ ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഈ കസ്റ്റർഡ് ക്രഞ്ച് പുഡിങ് ഉഷാറായിരുന്നു. അതിന് ശേഷം ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസും കുടിച്ച്. എന്നിട്ടും ദാഹം മാറാത്ത ഞാൻ ഒരു ഗ്ലാസ് വിത്തൗട്ട് ബത്തക്ക ജ്യൂസും കുടിച്ച്. അപ്പോൾ ഈ സ്പോട്ട് വയനാട്ടിലെ എൻ്റെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഓലൻ എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റാണ്. ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. ഇതിൽ ആദ്യം കഴിച്ച ഫിഷിൻ്റെ ആയിട്ട് ആഡ് ചെയ്തില്ല കേട്ടോ, അത് ഷെഫ് എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഈ റെസ്റ്റോറൻറ്റിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം. വയനാട് മുട്ടിൽ നോർത്തിലുള്ള ഈ ഓലൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ശരി.